അപ്പം അമ്മച്ചി വരും, വെള്ളം കൊടുത്താൽ വെള്ളം അതാണ് വെള്ളം ചോദിക്കുന്നത്. ഈ സാധനമാണ് വെള്ളം ചോദിക്കുന്നത് എന്നോട്. ആ കുടം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെള്ളം എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അമ്മച്ചിനോട്. അമ്മച്ചി വെള്ളം കൊടുക്കേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. ഇതിനിപ്പോൾ എന്താ വെള്ളം കൊടുക്കാണ്ട്, അത് ഞാൻ വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, വെള്ളം ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമുള്ള സാധനം ഇതിലേക്ക് ഒഴിക്കും തോറും ഇത് നിറയണില്ല. എങ്ങനെ പോയിട്ട് ഇത് നിറയണില്ല. അതിന് മുകളിലത്തെ ഇതൊക്കെ തുറന്നെടുക്കണായിരുന്നു. ഫുള്ള് തുറന്നിട്ടായിരുന്നു. ഇല്ല, ഫുള്ള് ഓപ്പൺ അല്ല. ഈ പൊട്ട് വിക്കാസ് കൊണ്ടുണ്ടല്ലോ, അങ്ങനെ ആ ഒരു വെള്ളിച്ചയിലാണ് വെക്കണത്. ഒരു പുകച്ചിലും ഒരു സൗണ്ടൊക്കെ പാടാൻ, ഇതൊരു പൊട്ടിത്തെറിക്കണ മാതിരി എനിക്ക് തോന്നി. മൊത്തത്തില് ഒരു പൊട്ടിത്തെറിക്കണ പോലെ. ആ പൊട്ടിത്തെറിയിൽ ആണ് ഞാൻ ഉറക്കത്തുനിന്ന് ഞെട്ടി ഉണരുന്നത്. ഞെട്ടിൻ്റെ ഉണർന്നിട്ട് എൻ്റെ പൊണ്ണു, അതായത് ഇത് പൊട്ടിത്തെറിച്ചപ്പോൾ ഞാൻ അവിടുന്ന് ഓടുകയാണ്. ആ ഓട്ടാണ് ഞാൻ ഈ കിടക്ക് പോയെന്ന് എണീറ്റിട്ട് ഒറ്റ ഓട്ടം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മച്ചാൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു വളരെ മോശപ്പെട്ട അനുഭവം, അതിൻ്റെ തീർച്ചയായിട്ടുള്ള കുറച്ച് ദുസ്വപ്നങ്ങൾ പോലുള്ള സംഭവങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അതിൽ ആദ്യത്തെ ദിവസത്തെ സ്വപ്നം അല്ലേ. ഇനി രണ്ടാമത്തെ ദിവസം ഏകദേശം അതേ റേഞ്ചിലുള്ളൊരു സംഭവം അന്നുണ്ടായി. ഈ പകലി സ്വപ്നം കണ്ടല്ലോ, പകൽ സ്വപ്നം അത് ഞാൻ വലിയൊരു കാര്യമൊക്കെ എടുത്തില്ല. പക്ഷെ എന്നാലും എന്തോ ഒരു പക്ഷെ എനിക്ക് തോന്നിയതാണ്. എന്താ പറയുക, എന്നാലും കാര്യമാക്കിയില്ല, ഞാനത് ഒഴിവാക്കിയാണ്. ഒരു സിനിമക്കൊക്കെ പോയി ഒന്ന് കണ്ട് തൽക്കാലം മനസ്സൊന്ന് റിലാക്സ് ആക്കിയാണ്. അങ്ങനെ സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ ഒക്കെ മറന്നു. സിനിമ കഴിഞ്ഞെത്തി അത് പറഞ്ഞ പോലെ തന്നെ ഒക്കെ മറന്നിരുന്നു കംപ്ലീറ്റ്. അങ്ങനത്തെ സംഭവമേ എൻ്റെ ഇല്ല. പിന്നെ ഫുള്ള് ഈ സിനിമൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ റൂമിൽ വന്ന് എന്താ പറയുക, ഈ റൂമിൽ തന്നെ ഇവിടെ തന്നെ തിന്നാനും കുടിക്കാനുള്ളത് കുടിച്ച് മൊബൈലിൽ കളിച്ച് അങ്ങനെ കുറച്ചേരൊക്കെ അറിയാതെ അങ്ങനെ പോയി, ഉറക്കത്തൊക്കെ പോയി. അപ്പോൾ ഏകദേശം രാത്രി എത്ര മണിയായിരുന്നു? രാത്രി ഒരു 11 മണി. സാധാ കിടന്നുറങ്ങണ പോലെ തന്നെ. അപ്പോൾ മൈൻഡൊക്കെ പോയി. ആ ഒരു ചിന്തയെ കാര്യങ്ങൾ എനിക്കില്ല. കാരണം ഫുള്ള് മൊബൈലിൽ കണ്ട് ശ്രദ്ധ കൊടുത്ത് അങ്ങനെ മറന്നു പോയതാണാവും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. 11 മണിയൊക്കെ ഞാൻ കിടന്നുറങ്ങി. കാരണം അങ്ങനെ ഒന്നും ഉറങ്ങുന്ന ആളൊന്നുമല്ല ഞാൻ. 11 മണിക്ക് 11:30, 12, 1 മണി വരെയൊക്കെ ഞാൻ കിടക്കുന്നതാണ്. ഇനിയിപ്പോൾ എത്ര വർക്ക് ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ കിടക്കുക. ഈ കാര്യങ്ങളൊക്കെ അറിയാട്ടാ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവൻ എന്നോട് പറയുന്നത്. അങ്ങനെ ഒരു 11:30 ആയപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. 11 മണിക്ക് കിടന്നിക്കണല്ലോ. അങ്ങനെ എപ്പോഴോ മൊബൈലിൽ എവിടെയൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഉറങ്ങിയപ്പോൾ വീണ്ടും ഈ സ്വപ്നം വീണ്ടും കാണാൻ തുടങ്ങി. അതേപോലെ തന്നെ അതേ സ്ഥലവും, അതായത് എന്നെ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോവാ. ഇവിടുന്ന് തന്നെയാണ് പോണത്. ഫസ്റ്റ് ദിവസം ഇവിടെ തന്നെ പോയത്, രണ്ടാമത്തെ ദിവസം ഇവിടെ തന്നെ പോണത്. പക്ഷെ ഫസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞിട്ടാ ഇവിടുന്നാണ് പോയത് നല്ലത്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങി പോവാ പറയുമ്പോൾ വേറൊരു ഫീലാണ് സംഭവം. ആലോചിച്ചൊക്കെ ഇവിടുന്ന് ഇറങ്ങി പോവാ പറയുമ്പോൾ ഫീലാണ്. അതെ, ഫസ്റ്റ് ദിവസം ഇവിടെ തന്നെ പോയത്, രണ്ടാമത്തെ ദിവസം കിടന്നോടത്ത് നീറ്റ് പോകണം. കിടന്നു. ഞാൻ അവിടെ നിന്ന് നേരെ പോവാണ്. അതായത് നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ വായോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനുസരണയോടെ പിന്നാലെ പോവില്ലേ, അതേപോലെ ഇതേപോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാതെ നേരെ പോവാണ്. മനസ്സിലൊറ്റ ലക്ഷ്യമുള്ളൂ, ആ പറമ്പ് അവിടെ എത്തണം, എനിക്ക് അവിടെ എത്തണം. ആ ഒരു ചിന്തയിലൂടെ ഇങ്ങനെ പോവുക. അങ്ങനെ ഏകദേശം അന്ന് എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, അങ്ങോട്ട് പോകരുത് എന്ന് ഒരുപാട് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. അന്നൊന്നും കേട്ടില്ല. ആരൊന്നും പറഞ്ഞില്ല. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഞാൻ കണ്ടു, സൈഡിലുണ്ട്, പക്ഷെ അവരൊന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നൊന്നുമില്ല. ഞാൻ എവിടെ നോക്കണുണ്ട്, പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കണമൊന്നുമില്ല. പക്ഷെ ഓല എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓലെൻ്റെ സൈഡിലാണെങ്കിലും പക്ഷെ ഓല എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഓലൊന്നും മിണ്ടണമൊന്നുമില്ല. ഞാൻ പോയിക്കൊണ്ടിരിക്കുക.
ഈ അന്ന് ഈ ഒച്ചപ്പാട് ഒരുപാട് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഈ വീട് ഇരിക്കുന്ന സ്ഥലം അന്നവിടെ വീടില്ല. ഇന്നവിടെ എന്തോ ഒരു എന്തുപോലെ എന്ന് പറയാം, ഒരു കല്ലുകൊണ്ട് എന്തൊക്കെയോ പോലെ ഒരു തറ പോലെ, വീടിൻ്റെ തറയല്ല, വലിയ നിലത്തുനിന്ന് ഒന്നും കൂടെ ഉയർന്നു നിന്നിട്ട് അതുപോലെ തന്നെ അതിന് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ഒരു അമ്മച്ചി അതിന് ഇരിപ്പുണ്ട്. അതായത് ഈ വീട് നിൽക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത്. അതെ അതെ, വീടിന്റെ സെന്ററിലാണ് വരുന്നത്. ആ വീടിന്റെ സെന്റർ ഭാഗമാണോ സൈഡാണോ എന്ന് ഓർത്താലേ പറയാൻ പറ്റുമോ. ഏകദേശം സൈഡാണോ സെന്റർ എങ്ങനെ ഒന്നാണ്. ഏതായാലും ഈ വീട്ടിൻ്റെ ഉള്ളിലാണ് ഇത് നടക്കുന്നത്. ഈ വീട് ഇതിൻ്റെ മുകളിലാണ്. അങ്ങനെ എന്താ പറയാ, ഞാൻ ചെന്നപ്പോൾ കണ്ടത് ആയിമൊരു അമ്മച്ചി ഇരിപ്പുണ്ട്. അമ്മച്ചി നല്ല സ്നേഹത്തോടെ തന്നെ ചിരിച്ചിട്ട് അടിക്കണേ. ചിരിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുറ്റുപാടും നോക്കി, വീട് കാണാനില്ല. വീട് നോക്കി അവിടെ ഇതാണ്. അമ്മച്ചി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചെന്നു. പാവൊരു അമ്മച്ചിയല്ലേ. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് ചെന്നിരുന്നു. ഞാൻ ചെന്നിരുന്നു. അമ്മച്ചി എന്നോട് എന്താ പറയുക, വെള്ളം വേണോ എന്നൊക്കെ അങ്ങനെ ഒരു ചോദ്യം എന്നോട്. പറഞ്ഞാൽ എനിക്കിപ്പോൾ ദാഹിക്കണില്ല. പറയുമ്പോൾ അത്രയും കിലോമീറ്റർ നടന്നൊരു മനുഷ്യനാണ്. എനിക്കൊരു പൊടിക്ക് ദാഹിക്കണില്ല. എന്നാൽ എനിക്ക് തുള്ളി വെള്ളം തരുമോ, അതോ അല്ലെങ്കിൽ ഞാൻ ഈ ചട്ടി കണ്ട സ്ഥലം ഉണ്ടല്ലോ, ചട്ടി കണ്ട സ്ഥലത്താണ് എന്തോ വെള്ളം ചോദിക്കുന്ന പോലെ ഒരു ഫീൽ. എന്താ വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അമ്മച്ചിയുടെ മുഖത്ത് നോക്കുമ്പോൾ അമ്മച്ചി ഒന്നും മിണ്ടണില്ല. അമ്മച്ചി ചിരിച്ചിരിക്കുകയാണ്. ചിരിച്ചിരിക്കുകയും ചെയ്യാ. ഇത് വെള്ളം തരുമെന്ന് ഇങ്ങനെ ചോദിക്കണ്ട. ചോദിക്കുന്നുണ്ട്. അങ്ങനെ അമ്മച്ചി ചിരിക്കുന്നുണ്ട്. ചിരിച്ചിട്ട് എൻ്റെ മുഖത്തൊക്കെ നോക്കാൻ ഇടയ്ക്ക് അങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അപ്പം അമ്മച്ചി വരും. വെള്ളം കൊടുത്താൽ അതാണ് വെള്ളം ചോദിക്കുന്നത്. ഈ സാധനമാണ് വെള്ളം ചോദിക്കുന്നത് എന്നോട്. ആ കുടം. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയില്ല. അപ്പം അടുത്തൊരു കിണറുണ്ട്. ഞാൻ ആ കിണറിൽ പോയിട്ട് വെള്ളം കോരി, കപ്പി പാട്ടെടുത്ത് വെള്ളം കോരി എന്തിലാ എടുത്തു എന്ന് എനിക്കറിയില്ല. ഒരു മൺചട്ടി തന്നെ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു മണ്ണിൻ്റെ ചട്ടി തന്നെ. അതിലാണ് വെള്ളം എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അമ്മച്ചിനോട്. അമ്മച്ചി വെള്ളം കൊടുക്കേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുത്ത്. ഇതിനിപ്പോൾ എന്താ വെള്ളം കൊടുക്കാറുണ്ട്. അത് ഞാൻ വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമുള്ള സാധനം ഇതിലേക്ക് ഒഴിക്കും തോറും ഇത് നനയണില്ല. എങ്ങനെ പോയിട്ട് ഇത് നനയണില്ല. അതിന് മുകളിലത്തെ ഇതൊക്കെ തുറന്നെടുക്കാണില്ല. ഫുള്ള് തുറന്നിട്ടാണ്. ഇല്ല, ഫുള്ള് ഓപ്പൺ അല്ല. ഈ പൊട്ട് വിക്കാസ് കൊണ്ടുണ്ടല്ലോ, അങ്ങനെ ആ ഒരു വെള്ളിച്ചയിലാണ് നിൽക്കുന്നത്. അത് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അതായത് ഒരു ഇത്ര പോകുന്ന ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പ് കൂടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് എന്നറിയണില്ല. അമ്മച്ചിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അങ്ങനെ അമ്മച്ചി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കാം, കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ അമ്മച്ചി കൈ നീട്ടി, കിണറിനോട്ട് കൈ നീട്ടി ഇനി പോയി എടുക്കുക പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും പോയിട്ട് എന്താ പറയുക, വീണ്ടും ഞാൻ കിണറിനടുത്ത് പോകുമ്പോൾ വെള്ളം കോരി. പക്ഷെ എനിക്ക് ഒറ്റ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം കോരിയപ്പോൾ വെള്ളം ഒരുപാട് പിന്നെ എന്താ പറയുക മുകളിലായിരുന്നു. അതായത് പിന്നെ ഇത് ഇറക്കുമ്പല്ലേ കിണറിൽ കെട്ടിലെ വെള്ളം ഒന്ന് താഴ്ന്നു. അതായത് ഈ കപ്പി കയറുണ്ടല്ലോ, കയറ് ഒരു ഇത്രത്തോളം ലൂസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതെല്ലാം ഇറക്കിയപ്പോൾ ഈ കയറ് ഫുൾ ടൈറ്റായി. മൊത്തത്തിൽ ടൈറ്റായി. കോരി എടുത്ത് ഇത് നിറച്ചെടുത്ത് വീണ്ടും ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൈ അടിച്ച് ഒഴിക്കുക.
അപ്പോൾ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കന്നെ ഫുൾ. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും തോറും ഈ പാത്രം നിറയോ ഇല്ല. അമ്മച്ചി ഇതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ മുഖത്തേക്ക് നോക്കി, എൻ്റെ മുഖത്തേക്കല്ല ഇതിമൊക്കെ നോട്ടം, ഇത് നോക്കി ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഞാനിതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇത് ഒഴിച്ചുകൊണ്ട് ഇത് തീരാറായി, ഏകദേശം ഒരു തീരാറായപ്പോൾ ഞാൻ വെറുതെ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മച്ചില്ലേ ഈ നോട്ടം എന്നെ നോക്കുക. ഇതിന് കണ്ണ് തുറപ്പിച്ചിട്ട് അതുവരെ ചിരിച്ചിരുന്ന അമ്മച്ചിയല്ല പിന്നെ കണ്ടത്, ഇതിങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ്. ഞാൻ പെട്ടെന്ന് കണ്ണ് ചോദിച്ചാൽ അത് ഫുള്ള് കിട്ടു ഒറ്റ ഒഴിച്ചപ്പോൾ എൻ്റെ പൊന്നു ഇത് ഒരൊറ്റ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പുകച്ചിലും ഒരു സൗണ്ടൊക്കെ പാടാൻ, ഇതൊരു പൊട്ടിത്തെറിക്കണ മാതിരി എനിക്ക് തോന്നി. മൊത്തത്തിൽ ഒരു പൊട്ടിത്തെറിക്കണ പോലെ. ആ പൊട്ടിത്തെറിയിൽ ആണ് ഞാൻ ഉറക്കത്തുനിന്ന് ഞെട്ടി ഉണരുന്നത്. ഞെട്ടിന്ന് ഉണർന്നിട്ട് എൻ്റെ പൊന്നു, അതായത് ഇത് പൊട്ടിത്തെറിച്ചപ്പോൾ ഞാൻ അവിടുന്ന് ഓടുകയാണ്. ആ ഓട്ടാണ് ഞാൻ ഈ കിടക്ക് പോയെന്ന് എണീറ്റിട്ട് ഒറ്റ ഓട്ടം എന്ന് പറഞ്ഞാൽ വാതിലൊക്കെ എങ്ങനെ തുറന്നതെന്ന് എനിക്കറിയില്ല. വാതിൽ വലിച്ച് തുറന്നിട്ട് ഇവിടെ എന്തൊക്കെയോ വെള്ളം കാര്യങ്ങളൊക്കെ ഇരിക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ഒക്കെ ഉണ്ടാക്കിയതൊക്കെ റെഡിയാക്കി വെച്ചിട്ടല്ല ഞാൻ കിടന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ഓട്ടാണ് ഓടിയിട്ട് വാതിലൊക്കെ തുറന്നിട്ടാണ് ഓടിയിട്ട് അപ്പുറത്തിൻ്റെ ടീമുണ്ട്, നമ്മളെ കുറച്ച് കമ്പനിക്കാരുണ്ട് അവിടെ അപ്പുറത്തെ റൂമിൽ. ഞാൻ അവരെടുത്ത് വാതിൽ മുട്ടി. രാത്രിയാണല്ലോ, വാതിലും അലാക്കിൻ്റെ അടിയടിച്ച് തുറക്കിയാന്ന്. ഏതോ ഭാഗ്യം അതിലൊരുത്തൻ നിസ്കരിക്കാൻ വേണ്ടി നീച്ചത്. ആ നേരത്ത് രാത്രി ഒരു നിസ്കാരം 12 മണിക്ക് ശേഷം ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തിന് വേണ്ടി നീച്ചതായിരുന്നു. അപ്പോൾ അതിൽ ഇവൻ വാതിൽ പറഞ്ഞു, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആകെ വേർത്ത് കുളിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ ഇവിടെ കണ്ടെത്തി? അതൊന്നും എനിക്കറിയില്ല, ഞാൻ എങ്ങനെ അങ്ങോട്ട് എത്തിയെന്ന് എനിക്കറിയില്ല. അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഞാൻ വാതിൽ തുറന്ന് എങ്ങനെ ഓടിയതാണ് എനിക്ക് ആലോചിക്കുന്നത്. അതന്നെ ഞാൻ ചോദിച്ചു. ഇവിടുന്ന് അങ്ങനത്തെ ഒരു സമയത്ത് ഇവിടുന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു ഇതിലാണ്. എനിക്കൊന്നും ഓർമ്മ കിട്ടണില്ല. കാരണം ഞാൻ ഈ പറമ്പിൽ നിന്നാണല്ലോ ഓടുന്നത്. ഇത് പൊട്ടി തീർച്ചയായും ഈ പറമ്പിൽ നിന്നാണല്ലോ ഓടുന്നത്. പറമ്പിൽ എൻ്റെ മുന്നിലൊന്നുമില്ല. തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ, വാതിലും കാര്യങ്ങളും. സ്വപ്നമൊന്നുമില്ല. സ്വപ്നം നിന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വാതിൽ തുറന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. വാതിൽ ചിലപ്പോൾ ആ ടൈമിലൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ആ ടൈമിൽ എന്തൊക്കെയാണ് സംഭവിക്കാന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തന്നെ കാരണം അത്രയും പേടിച്ചിട്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കണമെന്ന്. 2 വാതിലുണ്ട് ഇവിടെ. ഈ 2 വാതിൽ തുറന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. ആ സമയത്ത് നമുക്കിതൊക്കെ മറന്നുപോയി അറിയുമ്പോൾ തന്നെ വേറൊരു ലെവലിലാണ് ആളുകൾ. ഇവിടെ വന്നാൽ ഓർമ്മ ഉണ്ട് ഈ ഭാഗത്ത് വന്ന് വെള്ളം കുടിക്കാൻ നോക്കിയൊക്കെ ഈ വെള്ളം ഇരിക്കുന്നത് ഞാൻ കണ്ട്, പക്ഷെ കുടിക്കാൻ ഞാൻ നിന്നിട്ടില്ല. കാരണം ഞാൻ ഓടുകയാണ്. ഞാൻ ഇത് പൊട്ടിത്തെറിച്ചൊക്കെ ഈ പറമ്പെന്ന് ഓടുകയാണല്ലോ. അമ്മച്ചിയുടെ ഈ നോട്ടം, ഈ പൊട്ടിത്തെറിയും, ഈ അമ്മച്ചിയുടെ ഈ നോട്ടം എന്താണെന്നുള്ളത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അതായത് ഇതിൻ്റെ 4ാമത്തെ ദിവസമാണ് എനിക്കത് മനസ്സിലായത്. അതിലാണ് ഇത് പൊട്ടിത്തെറിച്ചത്. ഈ പൊട്ടിത്തെറിയിൽ ഞാൻ ഷോക്കായിട്ട് ഞാൻ ഓടുകയാണ്. പറമ്പെന്ന് ഓടുമ്പോൾ നമുക്ക് മുന്നിലൊന്നുമില്ല, പറമ്പല്ലേ, മതിലും കാര്യങ്ങളൊന്നുമില്ലല്ലോ. അതേ ഓട്ടം ഞാൻ റൂമിൽ നിന്ന് ഓടിയത്. വാതിൽ ഇരുമ്പിൻ്റെ ഡോറാണ്. ഈ ഡോറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഒരു മരത്തിൻ്റെ ഡോറും ഇരുമ്പിൻ്റെ ഡോറുണ്ട്. അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് അവിടെ എത്തിയിട്ട് കൂട്ടുകാരെടുത്ത് വാതിൽമ 4 അടി അടിച്ച് തുറന്ന് ഞാൻ അയാളെ വന്ന് തുറന്ന് എന്താണോ ചോദിച്ചു. ഭയങ്കര നെഞ്ച് വേദന, കിടക്കാൻ പറ്റുന്നില്ല, ആശുപത്രി പോകണോ ചോദിച്ചു. വേണ്ടാണോ, നിർക്കം പോകണ്ട, കുറച്ച് നേരം അവിടെ കിടന്നാൽ മതി, അവിടെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഇനി എന്തെങ്കിലും സംഭവിച്ചാലോ വിചാരിച്ചിട്ട് നീച്ചു വന്നതാണ്. സ്വപ്നം കണ്ടാലും പറഞ്ഞില്ല? പറഞ്ഞിട്ടില്ല. കാരണം അതൊരു നെഗറ്റീവാണ്. നമ്മളത്രയും വലിയൊരാൾ സ്വപ്നം കണ്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരെങ്ങനത്തെ ആൾക്കാരൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം ഒരു വിശ്വസിക്കില്ല. ഇതെന്താ പറയുക, ആരും വിശ്വസിക്കണം. നമ്മൾ പറയുമ്പോൾ നമുക്കുള്ള അനുഭവങ്ങൾ നമ്മൾ വേറൊരാൾ പറയുമ്പോൾ അവർ പറയാം അത് വെറുതെ കെട്ടുകഥയാണ്, അതാണെന്നാണ്. പക്ഷെ ലാസ്റ്റ് അവർക്കൊരു അനുഭവം വരുമ്പോഴാണ് അവർ വിശ്വസിക്കുള്ളൂ. എന്നിട്ട് അനുഭവം വരുമ്പോൾ തന്നെ നമുക്ക് വിശ്വാസമാകുമ്പോൾ
വിശ്വസായോ? എന്നിട്ട് അവിടെ പോയിട്ട് അങ്ങനെ അന്ന് അവിടെ കിടന്ന അവിടെ കിടന്നുറങ്ങി. അവിടെ അന്ന് അവരുടെ കൂടെ കിടന്നുറങ്ങി. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. ഒരു കൂടായിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ കിടന്നത്. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടിട്ടില്ല. വേറെന്തോ സ്വപ്നം കണ്ടത് അന്ന്. ഇതിനെ പറ്റിയുള്ള ഒരു സ്വപ്നം ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇത് 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം, 4ാമത്തെ ദിവസം, ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഈ 2 ദിവസം എങ്ങനെ കടന്നു നിൽക്കുന്നത് ഇവനറിയില്ല. അതായത് ഒരു 10-20 മിസ് കോളെങ്കിലേക്ക് വന്നിട്ടുണ്ടാവും. രാത്രി ടൈമിൽ കോൾ ചെയ്യുക, രാത്രി ഒരു 2 മണി ടൈമിൽ കോൾ ചെയ്യുക. എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയാണ് അവിടുന്ന് ഇത് ഒരു സ്വപ്നമാണ്. അതായത് ഈ സ്വപ്നങ്ങളുടെ കണ്ടിന്യൂറ്റിയാണ് ഒന്ന്. ഫുള്ള് സ്വപ്നങ്ങളാണ് കേട്ടോ. അല്ലാതെ ഇവനെ ഒരാൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുക അല്ലാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പോവുക അതൊന്നുമില്ല. മെയിനായിട്ട് ഈ റൂമും ആ വീടും ആ ഒരു പറമ്പ്, ഇതാണ് കാണുന്ന സ്വപ്നങ്ങൾ. അതായത് നമ്മൾ ആരെങ്കിലും നേരിട്ട് തല്ലാനോ എന്തിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അവൻ്റെ നേരെ ഒന്ന് നിൽക്കുകയും ചെയ്യാം. എന്താ കാട്ടണമെന്ന് ചോദിച്ചിട്ട് നമുക്ക് നിൽക്കുകയും ചെയ്യാം. പക്ഷേ ഇതല്ല. ഇത് എന്താ പറയുക, അനുസരണുള്ള കുട്ടിയാണ് ഞാൻ. അനുസരണുള്ള കുട്ടിയുടെ പോലെ പോവാണ്, നേരെ പോവാണ്. ഞാൻ ഒന്നിനും മുതിരുന്നില്ല, ചോദ്യം ചെയ്യാൻ ഞാൻ നിൽക്കണില്ല. എവിടേക്ക് എന്നെ കൊണ്ടുപോകണം ഒന്നും ചോദിക്കണില്ല. ഇതിനൊന്നും ഞാൻ നിൽക്കണില്ല. ഞാൻ നേരെ അനുസരണുള്ള കുട്ടിയുടെ പോലെ. അതായത് നമ്മൾ രാവിലെ ജോലി എവിടെയാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് എണീറ്റിട്ട് നേരെ ആ വീട്ടിലേക്ക് പോകും. ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ചെല്ലുന്നു, വർക്ക് തുടങ്ങുന്നു, പോരുന്നു, അങ്ങനല്ലേ? അതേപോലെ തന്നെ എന്നെ എന്തോ ഏൽപ്പിച്ചിട്ട പോലെ അവിടെ ഈ പറമ്പിൽ എന്തോ ഏൽപ്പിച്ചിട്ട പോലെയാണ്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോണത് അങ്ങടെ. ഇതിൽ 3ാമത്തെ ദിവസം ഒരു സ്വപ്നം കണ്ടിട്ടാണ്. അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് കരഞ്ഞൊരു കരച്ചിലുണ്ട്. അതാണ് ഇപ്പം എന്നെ മനസ്സിലായത്. അതാണ് എനിക്ക് ആലോചിക്കാൻ പറ്റാത്തത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണമെന്നാണ് ഏറ്റവും ഉപകാരമായിട്ടാണ്. കാരണം ഞങ്ങളിനി ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഇനി ഉണ്ണി സിദ്ദീപിലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്താരോടും പോയിട്ട് അങ്ങനെ പണിക്കന്മാരെ കാണുക അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ തന്നെ എന്താണ് സംഭവം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കും. ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അത് ഞങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ്, അതായത് നമ്മൾ പറയുന്ന വിശ്വാസമാണുള്ളവർ മാത്രം മതിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ 2025 വെറുതെ പറയുന്നത് കള്ളാണ്, കഞ്ചാവാണ്, MDMA എന്നൊക്കെ പറയും. പക്ക നോർമലായിട്ടാണ് ഞങ്ങളിരുന്ന് വർത്തമാനം പറയുന്നത്. കള്ള് ഞാൻ കാണട്ടെ, നമ്മൾ 90 കിഡ്സ് ആണല്ലോ. അതെ, ഞങ്ങൾക്ക് സത്യം പറയാം MDMA നിങ്ങൾ കണ്ടിട്ട് പോലില്ല. നമുക്ക് സിഗരറ്റ്, ബീഡി, കള്ളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റേ ഈ MDMA ഈ സംഭവങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വെറും ബോഷന്മാരാണ്. ഇതിലേക്ക് പോകുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2K കിഡ്സ് ആണ്. 2K കിഡ്സേ പോവുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അതാണ് മെയിനായിട്ട്. എന്താണെന്നറിയോ, പക്ഷേ നമ്മൾ അവർ കുറ്റം പറയില്ല. നമ്മുടെ ഒരു ഒരിക്കലും 2K കിഡ്സ് മോശമാണെന്നല്ല ഞങ്ങൾ പറയണത്. ഈ വളർന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ അത് നമ്മളിപ്പോൾ പറയണില്ല. ഞങ്ങളിപ്പോൾ പറയണതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ അത് നമ്മൾ ചർച്ചാ വിഷയമല്ല അല്ലേ. ഇത് ഇവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിരിയാവും. നമ്മൾ പൊട്ടന്മാരാണെന്ന് പറയും. ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മൾ അതൊന്നും ഉപയോഗിച്ചിട്ടല്ല ഇവിടെ വന്നിരുന്ന് ഈ സംസാരിക്കണം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഈ അനുഭവങ്ങൾ ഉണ്ടായത് നല്ല ഞങ്ങൾ പറയണത്. നമ്മൾ ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം കണ്ട് പേടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോട്ടെ വിചാരിക്കാം. പക്ഷെ അത് പിന്തുടർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്കൊരു ടെൻഷൻ ഉള്ളത്. എൻ്റെ കണ്ണുകൾ സൂക്ഷിച്ച് നോക്കിയാൽ അതെ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെ വരുന്നുണ്ടാ. അതായത് നാളത്തെ വീഡിയോയിൽ ഉണ്ണി സിദ്ധി ഇവർ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഏകദേശം പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്യാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സംഭവം ഞങ്ങളെ കൂടെ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് എത്തിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കണം. എൻ്റെ ബാക്കി വീഡിയോസായിട്ട് ഞങ്ങൾ വരും. എൻ്റെ ഒരു ഹരി. എൻ്റെ അനുഭവങ്ങളാണ്, കള്ളല്ല. അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. സന്തോഷം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നില്ലാണെങ്കിൽ നമ്മളോട് പറ്റും പോലെയൊക്കെ ഞങ്ങൾ സർവൈവ് ചെയ്യും. ഇതിൻ്റെ ബാക്കി 3ാമത്തെ ദിവസം കണ്ട പേടിപ്പെടുത്തുന്ന സ്വപ്നം നാളെ ഇതുമായിട്ട് ഞങ്ങൾ വരും കേട്ടോ. അതിന് മുന്നേ 1-2 കാര്യങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യാണ്ട്. ആ വീട് കാണിക്കണോ, ആ ഉണ്ണി ഇവരെ എല്ലാവരും കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് മുഴുവനായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ.
വീട് കാണണം. വീട് കാണിച്ചെടുക്കാം. വീടില്ലേ ഒരു കാണുന്ന് പറഞ്ഞാല് കാഴ്ചയിൽ കുഴപ്പമില്ല, പക്ഷെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് ആ വീടല്ല. അവിടെ വീടേ ഇല്ല. പക്ഷെ അതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടാലാണ് ഈ ഇതും വേസ്റ്റ് കുഴിയും അതിൻ്റെ അടുത്തുള്ള ഈ കുടം ഇതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാണിച്ചു തരാം. കാണിക്കണം.